ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദിവസമായി ഞായറാഴ്ച ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഇവിടെ സ്കോട്ട്ലൻഡിൽ ടീനേജ് റിട്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഡേ ആണ്. എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. സങ്കീർത്തനം 31 അധ്യായം 3 വചനം ഇപ്രകാരം പറയുകയാണ്: കർത്താവെ, അങ്ങ് എനിക്ക് പാറയും കോട്ടയുമായിരിക്കണമേ. അവിടുന്ന് എന്നെ വഴി നടത്തണമേ, എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. അങ്ങ് എന്നെ എപ്പോഴും നയിക്കണമേ എന്ന് സങ്കീർത്തകൻ്റെ വലിയൊരു പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, 31 സങ്കീർത്തനം മുഴുവൻ ദൈവത്തെ ആശ്രയിച്ച് വിളിച്ചപേക്ഷിക്കുന്ന ഒരു സങ്കീർത്തകനെ നമ്മൾ കാണുകയാണ്. ഇന്നേ ദിവസം അനേകം അൾത്താരകളിൽ കർത്താവിന് ബലി അർപ്പിക്കപ്പെടുമ്പോൾ എല്ലാ യുവജനങ്ങളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ പ്രത്യേകമായിട്ട് എല്ലാ യുവജനങ്ങളുടെയും മേലെ ഈശോയുടെ വലിയ കരുണ ഒഴുകി വരട്ടെ, ഈശോയുടെ വലിയ കരുതൽ ഒഴുകി വരട്ടെ. തൻ്റെ നാമത്തെ പ്രതി എല്ലാ മക്കളുടെയും മേലെ ഈശോയുടെ ദയ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ അൾത്താരയുടെ മുമ്പിൽ നിന്നായിരിക്കാൻ ശ്രമിക്കാം. വിശുദ്ധ കുർബാനയുടെ മുൻപിൽ കുറച്ച് സമയമായിരിക്കാൻ, ബൈബിള് വായിക്കാനൊക്കെ കർത്താവിൻ്റെ ദിവസം വലിയ മഹത്വത്തോടെ ആചരിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം തൻ്റെ സൃഷ്ടികളിൽ ഇറങ്ങി വരുന്നത് ഹൃദയത്തിൻ്റെ ആഴമുള്ള പ്രാർത്ഥനയിൽ നിന്നാണ്. പ്രഭാതത്തിൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അതികഠിനമായൊരു വേദന ഒരു സ്ത്രീ പങ്കുവെച്ചത് ഇങ്ങനെയാണ്: എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം സിസ്റ്ററെ, എന്നിരുന്നാൽ തന്നെയും ചിലതൊന്നും എനിക്ക് താങ്ങാനാവില്ല. അങ്ങനെ ഈശോയുടെ മുൻപിൽ ഇരുന്നപ്പോൾ വിശുദ്ധ കുർബാനയിൽ എനിക്ക് ഈശോയുടെ തിരുമുഖം കാണാനായിട്ട്, തിരുഹൃദയം തുടിക്കുന്നത് കാണാനായിട്ട് പറ്റിയ സിസ്റ്ററെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും.